ശ്രീ ആർ വി രാജേഷ്, ഇപ്പോൾ നോക്കൂ, ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞത്, അതായത് ഈ ഉത്തരവ് തന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. ഇങ്ങനൊരു ഉത്തരവ് ഇറക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിന് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ഉത്തരവിൽ ഒരുപക്ഷെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതുപോലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒരുപക്ഷെ അവരുടെ വാദത്തിനായിട്ട് അവർ ഒരുപക്ഷെ ഉന്നയിക്കാൻ പോകുന്നത് ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പഴയ ശ്രീകോവിലിൻ്റെ കതക് പുതുതായി സ്ഥാപിക്കുമ്പോൾ വാതിലിൻ്റെ കട്ടിളകളിൽ പൊതിഞ്ഞിരിക്കുന്ന പഴയ ചെമ്പുപാളികൾ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചെമ്പുപാളികൾ ആണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട് ഈ ഉത്തരവിൽ. അത് ഒരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കില്ല കൃത്യമായിട്ട് ചെമ്പുപാളികൾ എന്നാണ് ഉത്തരവിൽ പരാമർശിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ട് തന്നെ കാണാമല്ലോ. അന്നേ ഭാവിയിൽ ഇതൊരു അപകടമായിട്ട് മാറും എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ടായിരിക്കുമോ ഒരുപക്ഷെ ചെമ്പുപാളികൾ എന്ന് ഉത്തരവിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ശ്രീ അനിൽ നമ്പ്യാർ അവിടെ വളരെ വ്യക്തമാണ്. അതിൽ നിന്ന് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൂട്ട് നടത്താൻ അല്ലെങ്കിൽ ഒരു കൊള്ള നടത്താൻ വേണ്ടി വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി തന്നെയാണ് ഇവിടെ ഇത്തരം ഇതിനകത്തുള്ള മാസ്റ്ററിലടക്കം ഈ ക്രമക്കേടുകൾ കാണിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അതിന് പുറമെ ഇത് പല സ്ക്രൂട്ടിനിക്കും വിധേയമാണ്. ഹൈക്കോടതി തന്നെ നിയോഗിച്ചിട്ടുള്ള ജില്ലാ ജഡ്ജിയായിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ അവിടെയുണ്ട്, പോലീസിൻ്റെ സംരക്ഷണമുണ്ട്. അതല്ലെങ്കിൽ എല്ലാ രീതിയിലും വളരെ സ്ക്രൂട്ടിനിക്കും വിധേയമായി തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയധികം സുരക്ഷയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ പല മോഷണങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതൊരു വളരെ മോഷണമാണ്, അല്ലെങ്കിൽ ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടാണ്, കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതിന് എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് ഗവൺമെൻറ്റോ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ ഏതെങ്കിലും പാർട്ടിയോ ഒക്കെ രംഗത്ത് വന്നാലും അതിനകത്ത് മോഷണമാണ്, കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ അവിടെ ദ്വാരപാലക ശില്പങ്ങൾ, വിഗ്രഹം അടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതിന് കളമൊരുക്കുന്നത് എന്താണ്? നമുക്കറിയാം, വളരെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ വ്യക്തമാണ്. 1998 അവിടെ ഈ ദ്വാരപാലക ശില്പങ്ങളടക്കം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയടക്കം സ്വർണം പൂശാൻ വേണ്ടി 30.5 കിലോഗ്രാം, അത് 24 ക്യാരറ്റ് സ്വർണം വിജയ് മല്യ എന്ന് പറയുന്ന വ്യവസായി സ്പോൺസർ ചെയ്യുകയും അദ്ദേഹം അവിടെ സ്വർണം പൂശുകയും ചെയ്തു. 99 അത് പൂർത്തിയായി. അവിടെ വെറുതെ സ്വർണം പൂശിയല്ല, ഇവിടെ രാധാകൃഷ്ണ സാറിനൊക്കെ അറിയാം, അത് ഒരു ക്ലാഡിങ് ആയിട്ടാണ്, ആ സ്വർണ്ണ പാളിയായിട്ടാണ് അവിടെ വച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു ഫോട്ടോ വന്നു. 2014 ആ ദ്വാരപാലക ശില്പങ്ങൾ എങ്ങനെയാണ് നിന്നത്, ആ വിഗ്രഹങ്ങൾ എങ്ങനെയാണ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവർ കൊണ്ടുപോയി അത് ചെമ്പാണെന്ന് പറഞ്ഞ് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ വളരെ വ്യക്തമാണ്. അവിടെ ശബരിമലയിൽ ദർശനം നടത്തുന്ന ആളുകൾക്കറിയാം, അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കറിയാം, ഇത് സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ച വിഗ്രഹമാണ്, മേൽക്കൂരയാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ അകത്ത് സാധാരണ രീതിയിൽ മേൽക്കൂരയിൽ വെയിൽ ഏൽക്കുന്ന ഒരു ഭാഗം മേൽക്കൂരയാണ്. മേൽക്കൂരയിലെ സ്വർണ്ണപ്പാളികൾക്ക് അല്ലെങ്കിൽ അവിടെ സ്വർണം പതിപ്പിച്ചതിന് യാതൊരു കേടുപാടുമില്ല. ഉള്ളിൽ വെയിലേൽക്കാതിരിക്കുന്ന ദ്വാരപാലക ശില്പം, അതല്ലെങ്കിൽ ഈ ശ്രീകോവിലിലെ കട്ടിളപ്പടി, അവിടെ സ്വർണ്ണപ്പാളികളിൽ നാശമുണ്ടായിരിക്കുന്നു, മങ്ങലുണ്ടായിരിക്കുന്നു, വെയിലേറ്റിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്വർണ്ണം മങ്ങിപ്പോയിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ സാധാരണ ഇത് മേൽക്കൂരയിലെ വെയിലേറ്റ് മങ്ങലുണ്ടായി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയാണ് ഗൂഢാലോചന. 2019 ഇങ്ങനെ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി അവിടെയുള്ള ഏതെങ്കിലും ഒരു മുരാരി ബാബുവോ ഒരു ഉണ്ണികൃഷ്ണനോ മാത്രം വിചാരിച്ചാൽ മാത്രം അവിടെ ഒരു കൊള്ള നടത്താൻ കഴിയുമോ? ഇല്ലല്ലോ. അവിടെ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ പലതരത്തിലുള്ള നമ്മൾ പത്രങ്ങളിലൊക്കെ പലതരത്തിലുള്ള മോഷണത്തിനെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അറിയപ്പെടുന്ന ഒരു മോഷ്ടാവായ കൊല്ലത്തുള്ള ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു കള്ളൻ്റെ ആത്മകഥ, മണിയമ്പിള്ളയുടെ ആത്മകഥ. അതിനകത്ത് വളരെ ഒരു ക്രൈം ത്രില്ലർ പോലെ നമുക്ക് വായിച്ചു അയാൾ നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള മോഷണങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇതിപ്പോൾ ഹൈടെക് കള്ളന്മാരുടെ ഒരു കാലഘട്ടമാണ്. എങ്ങനെയാണ് വളരെ ആസൂത്രിതമായി മോഷണം നടത്തുക? ഇത്രയധികം സുരക്ഷാ സംവിധാനമുള്ള ശബരിമല, സുരക്ഷാ ക്യാമറകൾ നിൽക്കുന്ന ശബരിമല, ഹൈക്കോടതിയുടെ അടക്കം നിരീക്ഷണത്തിലുള്ള ശബരിമല, ആ ശബരിമലയിൽ പട്ടാപ്പകൽ അവിടെയുള്ള ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള വാതിലിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ട് പോകുന്നു, ആ ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടി കൊണ്ടുപോകുന്നു, ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുന്ന ഭഗവാന്റെ കാവൽക്കാരെന്ന് സങ്കല്പിക്കുന്ന ദ്വാരപാലകരെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ഇതിന് ആരൊക്കെയാണ് കൂട്ടുനിന്നുള്ളത്? ഇത് മോഷണമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? വളരെ ക്ലിയർ കട്ടായിട്ടാണ്
ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ പറയുന്നത്. ഹൈക്കോടതി വളരെ ക്ലിയർ കട്ടായി പറയുന്നു, ഇതിനകത്ത് ശബരിമലയിലെ സ്വർണ്ണം മൂടിയ ദ്വാരപാലക ശില്പമല്ല പോറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ആദ്യം കോടതിയുടെ ഊഹം മാത്രമായിരുന്നു, എന്നാൽ അതിന് സ്ഥിരീകരണമായിരിക്കുന്നു. ചെന്നൈയിൽ എത്തിച്ചത് മറ്റൊരു ചെമ്പ് മാത്രമുള്ള ശില്പമായിരുന്നു. തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ഭാരത്തിലെ കുറവ് ദേവസ്വം ബോർഡ് മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചതാണ്. ഒറിജിനൽ സ്വർണ്ണം മൂടിയ ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്ന് വേണം അനുമാനിക്കാൻ. ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി അത് മറ്റെവിടെയോ 39 ദിവസം ഈ പോറ്റിയുടെ കയ്യിൽ ആരാ കൊടുത്തുവിട്ടത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ കള്ളന്മാരല്ലേ? ഇതിന് ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് ഉത്തരവാദിത്വമല്ലേ? ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വമല്ലേ? ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഉത്തരവാദിത്വമല്ലേ? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്വമല്ലേ? ഇവരെല്ലാം ചേർന്നുകൊണ്ടാണല്ലോ ഈ മോഷണം നടത്തിയിട്ടുള്ളത്. അപ്പം ഇതിനെതിരായി ദേവസ്വം ബോർഡ് ഇന്ന് വരെ ഒരു പരാതി പോലീസ് കൊടുത്തിട്ടുണ്ടോ? FIR ഇട്ടിട്ടുണ്ടോ? ഈ കള്ളന്മാരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പം ആരാണ് ഇതിനെയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പം ഗവൺമെൻറ് പറയണം, നിയമസഭയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിയമസഭയിൽ മന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ഞങ്ങൾക്ക് ആരെയും രക്ഷിക്കാനില്ല, അന്വേഷണം നടക്കട്ടെ, ഹൈക്കോടതി ഇടപെട്ടെ, ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തട്ടെ. ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരന്വേഷണം നടത്തും. ഇങ്ങനെയൊക്കെ പറഞ്ഞൊഴിയാൻ കഴിയുമോ? ഇവിടെ കഴിഞ്ഞ ഈ കാലഘട്ടത്തിനിടയിൽ ഒരേ ഗവൺമെൻറ്റാണ്, രണ്ട് വന്നെങ്കിലും ഒരേ ഗവൺമെൻറ്, ഒരു പാർട്ടിയാണ് ഭരിച്ചിരുന്നത്. ഈ പാർട്ടി നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അവിടെ ദേവസ്വം ബോർഡ് നേതൃത്വം നൽകിയിരുന്നത്. ഈ പാർട്ടി അല്ലെങ്കിൽ ഈ ഇടതുമുന്നണി നിയോഗിച്ചിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് അവിടെ ഭരിച്ചിരുന്നത്. ഇവർ നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ഒരു മുരാരി ബാബു അയാൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരു പെറ്റീഷൻ എഴുതി വാങ്ങി, ആ പെറ്റീഷന് താഴെ അവിടെ സ്വർണം പൂശിയ ക്ലാഡിംഗ് നടത്തിയിട്ടുള്ള ആ ദ്വാരപാലക ശില്പങ്ങൾ, ആ ദ്വാരപാലകരെല്ലാം ചെമ്പാണ് എന്ന് എഴുതി വിട്ടാൽ അത് കണ്ണുമടച്ച് അത് ശരിയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകളാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത്? അത് പരിശോധന നടത്തണ്ടേ? അപ്പോൾ ഇത് എത്ര ആളുകൾ പരിശോധന നടത്തിയാണ്? അപ്പോൾ ഇവരെല്ലാവരും കൂടെ എല്ലാം ചേർന്നിട്ടാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെ നേരെ എന്തിനാ കർണാടകയിലേക്ക് കൊണ്ടുപോയത്? ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഇതിൻ്റെ വേറെ അച്ചെടുത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയും ഈ യഥാർത്ഥ ദ്വാരപാലക വരെ അവിടെ വിൽപ്പന നടത്തുകയും ചെയ്തു. അത് ഏതെങ്കിലും ഭക്തന്മാരെ ഏതെങ്കിലും രീതിയിലുള്ള ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ഇത് ശബരിമല ശാസ്താവിന്റെ വിഗ്രഹമാണെന്ന് പറഞ്ഞ് രാജേഷ് 39 ദിവസമാണ് കാലതാമസം എടുത്തത്. 39 ദിവസം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അയ്യപ്പ വിഗ്രഹം അടിച്ചുകൊണ്ട് പോകാത്ത ഭാഗ്യമാണെന്ന് നമുക്ക് കരുതാം. അപ്പം ആ രീതിയിലുള്ള കള്ളന്മാരാണ് ഈ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയിരുന്നത്, അവിടെ നടത്തി ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഇതിന് എവിടെയാണ് നിൽക്കുന്നത്? നമ്മളിപ്പോൾ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. ആ ഗവൺമെൻറ് യുവതികളെ അവിടെ പോലീസ് വേഷമിട്ട് പ്രവേശിപ്പിച്ച് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നവോത്ഥാനം കണ്ടെത്തുകയും ഞങ്ങളാണ് ഈ നവോത്ഥാനം കൊണ്ടുപോകുന്നത്, സ്ത്രീകളെ പ്രവേശിപ്പിച്ചത്, ഇങ്ങനെയൊക്കെ അവകാശവാദം വനിതാ മതിൽ സൃഷ്ടിച്ചത്. അപ്പോൾ അതിനെതിരായുള്ള വലിയ ഭക്തരുടെ പ്രതിഷേധമുണ്ടായി. ഇതിപ്പോൾ അതിനേക്കാളൊക്കെ എത്ര ഗുരുതരമായ ഒരു വിഷയമാണ്. അവിടെ നമ്മൾ ആചാര ലംഘനത്തെക്കുറിച്ച് പറയുന്നു. വളരെ നഗ്നമായ ആചാര ലംഘനമല്ലേ നടത്തിയിരിക്കുന്നത്? ഇത് കണ്ട ആളുകളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി അവിടെ വയ്ക്കുകയാണ്. നിരവധി ആളുകളുടെ വീട്ടിൽ ജയറാം തുറന്ന് സമ്മതിച്ചല്ലോ, സിനിമാ ജയറാം പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഈ ആളുകളിൽ നിന്നൊക്കെ പണപ്പിരിവ് നടത്തുകയാണ്. 39 ദിവസം ഇത് എവിടെയായിരുന്നു എന്നുള്ളത് പറയാൻ ദേവസ്വം ബോർഡ് തയ്യാറുണ്ടോ? ഇപ്പം ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെങ്കിൽ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വമില്ലെങ്കിൽ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അയാളുടെ പേരിൽ 40 വർഷത്തേക്ക് അവിടെ എല്ലാം ചെയ്യുന്ന ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്, എന്തൊക്കെ എന്ന് പറഞ്ഞാൽ 40 വർഷം നിരന്തരമായി ഇതുപോലെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ വിഗ്രഹം അടിച്ചു മാറ്റി വിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അജണ്ട. അതിലൂടെ കോടികൾ സമ്പാദിക്കുക, അതിൻ്റെ പങ്ക് ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ കൂടി വാങ്ങി പങ്കിട്ടെടുക്കുക. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ കൊള്ള ശബരിമല നടന്നിരിക്കുകയാണ്. ഇതിനെ ഒരിക്കലും ലഘൂകരിക്കാൻ കഴിയില്ല. ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം, അവർക്കെതിരെ നടപടിയെടുക്കണം, ഇവരെ ജയിലിലടയ്ക്കണം. ഇത് കേരളത്തിലെയും ഇന്ത്യയിലെയും അയ്യപ്പ ഭക്തരുടെ, ഈശ്വര വിശ്വാസികളുടെ മുഴുവൻ ആഗ്രഹം ഇതാണ്. ഈ ക്രിമിനലുകളെ ഒരു കാരണവശാലും വെറുതെ വിടാൻ ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും നടക്കില്ല. ഇതിനെതിരായി ശക്തമായ നടപടി ഉണ്ടാകണം. അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികളായ ഗവൺമെന്റിലെ ഉന്നതരും മന്ത്രിമാരടക്കമുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവർക്കെതിരെയും അന്വേഷണം നടത്തണം. അത് ഈ അന്വേഷണ ടീമിനെ കൊണ്ട് നടക്കില്ല. കാരണം ഈ മന്ത്രിക്ക് കീഴിലെ ഈ അന്വേഷണ ടീം വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UDF ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം വേണം, കോടതി നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്.